പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ എസ് രാജമൗലിയുടെ വിസ്മയ ചിത്രങ്ങളായ ബാഹുബലി ദി ബിഗിനിങ്, ബാഹുബലി 2 ദ കൺക്ലൂഷൻ എന്നിവ സംയോജിപ്പിച്ച് ബാഹുബലി ദ എപ്പിക് എന്ന പേരിൽ മറ്റൊരു സിനിമയായി വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നു. ഇന്ത്യൻ സിനിമയെ ആഗോളതലത്തിൽ അടയാളപ്പെടുത്തിയ ഈ ബ്രഹ്മാണ്ഡ ചലച്ചിത്രം വീണ്ടും വെള്ളിത്തിരയിൽ എത്തുമ്പോൾ പ്രേക്ഷകർക്കിടയിൽ വലിയ ആവേശമാണ് ഉയരുന്നത്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ബാഹുബലി. കെട്ടുകഥകളും പുരാണങ്ങളും സമന്വയിപ്പിച്ച് കാഴ്ചയുടെ വിരുന്നൊരുക്കിയ ഈ ചിത്രം അസാധാരണമായ സാങ്കേതിക തികവോടെയാണ് രാജമൗലി അവതരിപ്പിച്ചത്. ബാഹുബലി ദി ബിഗിനിങ് എന്ന സിനിമയുടെ 10ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് അണിയറ പ്രവർത്തകർ ഈ റിലീസ് പ്രഖ്യാപനം നടത്തിയത്. ആദ്യ ഭാഗവും 2ാം ഭാഗവും ചേർത്ത് ഏകദേശം 5 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഒക്ടോബർ 31 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത്. ബാഹുബലി ദി എപ്പിക് എന്ന പേരിൽ റിലീസ് ചെയ്യുന്ന ഈ ചിത്രത്തിന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് അണിയറ പ്രവർത്തകർ കരുതുന്നത്. ഈ റീ റിലീസ് പ്രേക്ഷകരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ബാഹുബലി ദി എപ്പിക്കിന്റെ റൺ ടൈം 5 മണിക്കൂർ 27 മിനിറ്റ് ആണെന്നായിരുന്നു ബുക്ക് മൈ ഷോയിൽ ആദ്യം രേഖപ്പെടുത്തിയിരുന്നത്. ഈ വിവരം പുറത്തു വന്നതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ ഉടലെടുത്തു. ഇത്രയധികം ദൈർഘ്യമുള്ള ഒരു സിനിമ കാണാൻ ആളുകൾ തിയേറ്ററിൽ എങ്ങനെ ഇരിക്കുമെന്നായിരുന്നു പലരുടെയും ചോദ്യം. ഒരു ദിവസത്തെ പ്രദർശനങ്ങളുടെ എണ്ണത്തെയും ഇത് ബാധിക്കുമോ എന്ന ആശങ്കയും ഉയർന്നു. എന്നാൽ ഈ വിമർശനങ്ങളോട് ബാഹുബലി ടീം രസകരമായി പ്രതികരിച്ചു. നിങ്ങളുടെ ദിവസം മുഴുവൻ ഞങ്ങൾ എടുക്കില്ല, ഒരു IPL മത്സരത്തിന്റെ അതേ സമയമായിരിക്കും ഇത് എന്നായിരുന്നു അവരുടെ മറുപടി. ഈ മറുപടി പ്രേക്ഷകർക്കിടയിൽ വലിയ ചിരി പടർത്തി. പിന്നീട് ചിത്രത്തിന്റെ ദൈർഘ്യം 3 മണിക്കൂർ 45 മിനിറ്റോ അല്ലെങ്കിൽ 4 മണിക്കൂറിനടുത്തോ ആയിരിക്കുമെന്ന തരത്തിലുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ചിത്രത്തിന്റെ ഔദ്യോഗിക റൺ ടൈം റിലീസിനോടടുത്ത സമയത്ത് മാത്രമേ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും ബാഹുബലി ആരാധകർക്ക് ഈ റീ റിലീസ് വലിയ ആഘോഷം തന്നെയാണ്. ബാഹുബലി ദ എപ്പിക്കിന്റെ ടീസർ തന്ത്രപരമായാണ് അണിയറ പ്രവർത്തകർ പുറത്തിറക്കുന്നത്. തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂലിയും ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഹൃതിക് റോഷന്റെ വാർ 2ഉം ഒരേ ദിവസം തിയേറ്ററുകളിൽ റിലീസിനൊരുങ്ങുകയാണ്. ഈ 2 വമ്പൻ ചിത്രങ്ങൾക്കൊപ്പം ബാഹുബലിയുടെ ടീസർ റിലീസ് ചെയ്യുന്നത് സിനിമയ്ക്ക് വലിയ പ്രചാരം നേടിക്കൊടുക്കാൻ സഹായിക്കും. ഓഗസ്റ്റ് 14 ഈ 2 ചിത്രങ്ങളും തിയേറ്ററുകളിൽ എത്തുമ്പോൾ ഇന്ത്യയിലെമ്പാടുമുള്ള ആയിരക്കണക്കിന് സ്ക്രീനുകളിൽ ബാഹുബലി ദ എപ്പിക്കിന്റെ ടീസർ പ്രദർശിപ്പിക്കും. ഇത് സിനിമയുടെ റീ റിലീസിനെ കുറിച്ചുള്ള വാർത്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ആവേശം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ബാഹുബലി ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. 2015 ബാഹുബലി ദി ബിഗിനിങ് റിലീസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ സിനിമ ഇത്തരത്തിലൊരു ഇതിഹാസ കഥ കാണാൻ തയ്യാറാണോ എന്ന ചോദ്യം പലരും ഉയർത്തിയിരുന്നു. എന്നാൽ ചിത്രം നേടിയ വിജയം എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി നൽകി. പിന്നീട് 2017 പുറത്തിറങ്ങിയ ബാഹുബലി 2 ദ കൺക്ലൂഷൻ ആഗോള ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ ഭേദിച്ച് ഇന്ത്യൻ സിനിമയുടെ സാധ്യതകൾ എത്രത്തോളമാണെന്ന് തെളിയിച്ചു. ബാഹുബലി എന്ന സിനിമ ഇന്ത്യൻ പ്രേക്ഷകരെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെയും ആകർഷിച്ചു. ദൃശ്യഭംഗി, സാങ്കേതിക മികവ്, ആകർഷകമായ കഥാപാത്രങ്ങൾ, മികച്ച ആഹ്വാനം തുടങ്ങിയവയെല്ലാം പ്രഭാസ്, റാണ ദഗ്ഗുബാട്ടി, അനുഷ്ക ഷെട്ടി, തമന്ന ഭാട്ടിയ, രമ്യ കൃഷ്ണൻ, സത്യരാജ് തുടങ്ങിയ താരങ്ങളുടെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കൊന്നതെന്ന ചോദ്യം ഇന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി. 2ാം ഭാഗം ഇറങ്ങുന്നതുവരെ ഈ ചോദ്യം സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായിരുന്നു. ബാഹുബലിയുടെ ഈ റീ റിലീസ് പുതിയ തലമുറയിലെ പ്രേക്ഷകർക്ക് തിയേറ്റർ അനുഭവത്തിൽ ഈ ഇതിഹാസം കാണാനുള്ള അവസരം നൽകുന്നു. ആദ്യമായി ചിത്രം കാണുന്നവർക്ക് കഥയുടെ തുടർച്ചയും പൂർണ്ണതയും ഒരൊറ്റ ഇരിപ്പിൽ ആസ്വദിക്കാൻ കഴിയും. സിനിമ കണ്ടവർക്ക് വീണ്ടും ഒരു വലിയ സ്ക്രീനിൽ ബാഹുബലിയുടെ മായാലോകം ആസ്വദിക്കാൻ സാധിക്കും. ഈ റീ റിലീസ് ഇന്ത്യയിൽ മാത്രമല്ല നോർത്ത് അമേരിക്ക, ഫ്രാൻസ്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഒരുങ്ങുന്നത് സിനിമയുടെ ആഗോള സ്വീകാര്യതയുടെ തെളിവാണ്. ഈ രാജ്യങ്ങളിലെ വിദേശ പ്രേക്ഷകർക്കിടയിൽ ഇപ്പോഴും ബാഹുബലിക്ക് വലിയ ആരാധകരുണ്ട്. ഇത് വീണ്ടും തിയേറ്ററുകളിൽ എത്തുമ്പോൾ വലിയ പ്രേക്ഷക പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഒക്ടോബർ 31 റിലീസ് ചെയ്യുന്ന ബാഹുബലി ദി എപ്പിക് ഇന്ത്യൻ സിനിമയിലെ ഒരു പുതിയ പരീക്ഷണമാണ്. ഒരു സിനിമയുടെ 2 ഭാഗങ്ങളും ഒരുമിച്ച് പ്രദർശിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും. ഇത് വിജയിക്കുകയാണെങ്കിൽ ഭാവിയിൽ മറ്റ് സിനിമകൾക്കും ഇതൊരു മാതൃകയാകാൻ സാധ്യതയുണ്ട്. എന്തായാലും പ്രേക്ഷകർ വലിയ ആവേശത്തിലാണ്. ഈ റീ റിലീസ് ഒരു മികച്ച വിജയം നേടുമോ എന്ന് കാത്തിരുന്ന് കാണാം.